എംഎൽഎമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് യുഡിഎഫ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് തന്നെയാണ് ചേരുന്നത്. ഡി ബിനോയ്, എംഎൽഎമാരുടെ അനിശ്ചിതകാല സമരം എന്തായാലും തുടരുകയാണ്. ഇന്നലെ 2 എംഎൽഎമാരാണ് സത്യാഗ്രഹ സമരമെല്ലാം ഇരുന്നത് നിയമസഭയിൽ. അതോടൊപ്പം തന്നെ കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ ശിക്ഷിക്കണം, പിണറായി വിജയന്റെ സർക്കാർ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നൊരു കാര്യത്തിലൊക്കെ ഇന്നലെയും സഭയിൽ ഉന്നയിച്ചിരുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും എംഎൽഎമാരുടെ അനിശ്ചിത സമരം തുടരുന്നു എന്നൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും 2 എംഎൽഎമാരാണ് ഈ ഒരു സത്യാഗ്രഹ സമരവുമായി നിയമസഭയിൽ ഇരുന്നത്. കൃത്യമായ രീതിയിൽ പോലീസിനെ സംരക്ഷിക്കുന്നു, പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് യുഡിഎഫിന്റെ തീരുമാനം എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും ഇപ്പോൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ സത്യാഗ്രഹ സമരത്തിലിരിക്കുന്ന 2 എംഎൽഎമാർ എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും വ്യക്തത വരുന്നുണ്ട്. കസ്റ്റഡി മർദ്ദന മുറകൾ കൃത്യമായ രീതിയിൽ തന്നെ ഓരോരോ സ്റ്റേഷനിൽ കേരളത്തിൽ പല ഇടങ്ങളിലായി ഇത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കേസുകളും ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ പേടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്നൊരു കാര്യത്തിലേക്ക് എത്തിയതിനെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ പോലീസുകാരെ സർവീസിൽ നിന്നും കർശനമായി തന്നെ ഒഴിവാക്കുന്നത് വരെ ഈ സമരമായി തുടരുമെന്നാണ് യുഡിഎഫും പറയുന്നത്. എംഎൽഎമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതുവരെയാണ് ഈ സമരം തുടരാനാണ് യുഡിഎഫിന്റെ തീരുമാനം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഏതായാലും എംഎൽഎമാരുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇന്നലെ മുതൽ നിയമസഭയിൽ അവർ സമരത്തിനായി ഇരിക്കുകയാണ്. മർദ്ദനമേറ്റ കുറ്റക്കാരെ മർദ്ദിച്ചു എന്ന രീതിയിൽ കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നത് വരെ സമരം തുടരാൻ തന്നെയാണ്, സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യുഡിഎഫിന്റെയും തീരുമാനം. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? സമരത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് യുഡിഎഫിന്റെ തീരുമാനം. അതായത് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ നിയമസഭയ്ക്ക് മുന്നിൽ, അതായത് നിയമസഭാ കവാടത്തിനകത്ത് സമരം തുടരാൻ തന്നെയാണ് യുഡിഎഫിന്റെ തീരുമാനം. 2 എംഎൽഎമാരാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും കോൺഗ്രസ് നേതാക്കന്മാരും യുഡിഎഫ് നേതാക്കന്മാരും ഒക്കെ ഈ സമരം നടത്തുന്ന അഷ്റഫിനെയും സനീഷ് എംഎൽഎയും ഒക്കെ പോയി കണ്ടിരുന്നു. ഇന്നും അവർ സമരം തുടരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു ചർച്ചയ്ക്ക് LDF തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുഡിഎഫിന്റെ ആരോപണം. ഭരണപക്ഷം കൃത്യമായും അവർ പിടിച്ചിരിക്കുന്ന മാർഗം അതാണ് ശരി എന്നുള്ളതിലേക്ക് ഉറച്ചു നിൽക്കുന്നു. കാരണം കുറ്റക്കാരാണെന്ന് കണ്ടെത്തപ്പെട്ട പോലീസുകാർക്ക് നിലവിൽ ശിക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും അതിന് നിയമപരമായി അല്ലാതെ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന വാദഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ഭരണപക്ഷത്തിൽ ഏറ്റവും വലിയ ആവശ്യം ഈ യുഡിഎഫിന്റെ ഈ സമരമുറകൾ ഒന്ന് ശമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ നീക്കം. മാത്രവുമല്ല, ഇപ്പോൾ യുഡിഎഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം അത് കൃത്യമായി മുതലെടുക്കാൻ തന്നെയാണ് യുഡിഎഫിന്റെ നീക്കം. ഈ കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനം മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പീച്ചിയിലും ഒപ്പം തന്നെ മൂവാറ്റുപുഴയിലും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ, ഈ സംഭവങ്ങളിൽ നിരപരാധികളായ ആളുകളെയാണ് പോലീസ് മർദ്ദിച്ചതെന്നാണ് യുഡിഎഫിന്റെ വാദം. ഒപ്പം പ്രതിപക്ഷത്തിന്റെ വാദം. ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പോരാടാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും ഒക്കെ തീരുമാനം. ആ പോരാട്ടം തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ അനിശ്ചിതകാല സത്യഗ്രഹ സമരം യുഡിഎഫ് കൺവീനർ, ക്ഷമിക്കണം, യുഡിഎഫിന്റെ സഭാ നേതാവ് കൂടിയായ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. 2 MLA മാർ ഇന്ന് സമരം തുടരുകയാണ്. ആ സമരം അനിശ്ചിതകാലമായി തുടരും. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഒരു വിധത്തിലും ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ സഭയ്ക്ക് പുറത്തും വലിയ തരത്തിലുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് UDF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. കാരണം 1-2 മാസത്തിനുള്ളിൽ തന്നെ, 1 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരും. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധ തെരഞ്ഞെടുപ്പിലായിരിക്കും. അതുവരെ ഈ വിഷയം അല്ലെങ്കിൽ ഈ സംഭവം വലിയ തരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDFന്റെ നീക്കം. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഇതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനാൽ LDFന് അവരുടെ മുഖം രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് കുന്നംകുളത്തും പീച്ചിയിലും ഒക്കെ പ്രശ്നമുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ നിലവിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതിനപ്പുറത്തേക്കൊരു നടപടി എന്നുള്ളത് ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റു നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് നിയമസഭയിടയിൽ ഈ LDF സർക്കാർ വന്നതിന് ശേഷം കൃത്യവിലോപം നടത്തിയിട്ടുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടതിന്റെ പട്ടിക നിരത്തി, ഓരോ വർഷവും പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ഉൾപ്പെടെ നിരത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ എതിർത്തത്. എന്നാൽ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ UDF അല്ലെങ്കിൽ പ്രതിപക്ഷം തയ്യാറല്ല. പ്രത്യേകിച്ചും കുന്നംകുളത്ത് ഒരു യുവാവിനെ പരസ്യമായി, ഒരു കേസുമില്ലാത്ത ആളിനെ പരസ്യമായി മർദ്ദിച്ച് പിന്നീട് അതിനുശേഷം ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റു ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കാലടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ തന്നെ നീചവും നിന്ദ്യവുമായ പോലീസിന്റെ കുറ്റങ്ങളാണ്. ഒപ്പം ഈ ആക്രമണ മുറകളെ ഒഴിവാക്കണം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഇന്നലെ സഭയിൽ കണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങളെ വലിയ രീതിയിൽ അവർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭരണപക്ഷത്തിന്റെ ഈ പോലീസിനെ സംരക്ഷിച്ചുള്ള മുന്നോട്ട് പോക്കിനെ എതിർക്കുന്നതും കണ്ടതാണ്. ഇന്നും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമസഭയിൽ ഉണ്ടാവും. ഒപ്പം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം. പ്രത്യേകിച്ചും ഇനി വരുന്ന നാളുകൾ തെരഞ്ഞെടുപ്പിന്റേതാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയാക്കി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ബിനോയ്.